ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു വൈകുന്നേരം ഞാൻ ഈ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നമ്മളെ ചെടികളൊക്കെ ഒന്ന് കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നിന്നപ്പോൾ തോന്നി ഇപ്പം എന്താ ഉണ്ടാക്കുക, അങ്ങനെ നമുക്കൊരു ഊത്തപ്പം ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ചെടികളൊക്കെ കണ്ട് അകത്തൊക്കെ കയറി ഊത്തപ്പം ഉണ്ടാക്കുകയെന്ന് കരുതി ഞാൻ സാധനങ്ങളുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചൊക്കെ സാധനങ്ങളുണ്ട്. അപ്പം എന്നാൽ അതുകൊണ്ട് ഊത്തപ്പം ഉണ്ടാക്കാം. മദ്രസ ഇട്ട് വരുമ്പോഴത്തേന് 6 മണിക്കാണ് മദ്രസ ഇട്ട് വരട്ടെ വൈകുന്നേരം. അപ്പോഴത്തേക്കും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ കയറി വന്നപ്പോൾ കുറച്ച് മൈദ മാവ് ഉണ്ടായിരുന്നു. അപ്പം അതും പിന്നെ ക്യാരറ്റ്, സവാള, കറിവേപ്പില, കുറച്ച് നെയ്യ്, ഒരു പച്ചമുളക്, മുട്ട, ഇതൊക്കെയാണ് കേട്ടോ അതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഈ മൈദമാവിനെ എടുത്ത് നല്ലോണം കട്ടയൊക്കെ ഉണ്ടോ നോക്കിയൊക്കെ ഒന്ന് ഉടച്ച് അരിച്ചെടുത്ത് അതിനെ നല്ലോണം ഒന്ന് ഇളക്കി അതിക്ക് ഞാൻ ഒരു മുട്ട എടുത്ത് കാണ്ട് ഒട്ടിച്ചു കൊടുത്തു എന്നറിയുന്നു, പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം മുട്ട അങ്ങനെ ഒഴിച്ചുമ്പോൾ നമ്മൾ കേടുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല മുട്ടേനു. അപ്പം അത് എടുത്തുകൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് എടുത്തുട്ടോ. പിന്നെ ഞാൻ സവാളയും ക്യാരറ്റും അങ്ങനെ അതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചു. അത് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ക്യാപ്സിക്കനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേന് വേണം കരുതിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ല. നമ്മൾ കരുതി കൂട്ടി ഒക്കെ കൊടുന്ന് വെച്ചെങ്കിലല്ലേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം എല്ലാതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് ഇളക്കി നോക്കുമ്പോൾ അതിൽ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കിട്ടോ. നന്നായി ഇളക്കിയിട്ട് പിന്നെ രാവിലെ ചുട്ട ദോശൻ്റെ ബാക്കി ഇച്ചിരി മാവ് ഉണ്ടായിരുന്നു, ദോശമാവ്. അത് ഇതിക്ക് ഒരു 2-2.5 കയ്യിൽ, കുറേയൊന്നുമില്ല. ഞാൻ ആകെ ഒരപ്പം ഉണ്ടാക്കാനാണ് കരുതിയിരിക്കണം കേട്ടോ. അപ്പം അതിനുള്ളത് 2 ചെറിയ കയ്യിലിന് 2 കയ്യിലും ഒരു കുറച്ച് കൊടുത്തേക്കണം. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഈ ചെറിയ കയ്യിലാട്ടോ, അതിന് 2 കയ്യിലാണ്, പിന്നെ ഒരു കുറച്ചുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതും കൂടി കൂട്ടി വീണ്ടും നന്നായി ഇളക്കി മിക്സ് ചെയ്തു കേട്ടോ. നല്ലോണം എല്ലായിടത്തും എല്ലാം നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിക്കണേ. ഈ പിന്നെ ഉള്ളിയും ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ഇട്ടിക്കണേ. ഈ നമ്മൾ കൂട്ടി വെച്ച മാവായതുകൊണ്ട് ആ മാവിൽ പിന്നെ ഉണ്ട് ഉപ്പ്. പിന്നെ ഇത് ഇളക്കി അതിക്കന്നെ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടോ, ഒരു സ്പൂണ് നെയ്യ് ഇട്ടുകൊണ്ട് അതും വീണ്ടും നന്നായി ഇളക്കി കേട്ടോ. ഇത് നെയ്യിട്ട് ഇളക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം പിന്നെ ഞാൻ ചുട്ടപ്പം ഇങ്ങനെ മേലിണ്ടായി അങ്ങനെയൊന്നും നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ അത് മതിയല്ലോ. നെയ്യ് ഉപ്പും കൂടി ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം യോജിപ്പിച്ചു. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ഒന്ന് നോക്കണം. കാരണം നമ്മൾ ദോശമാവിൽ നമ്മൾ കൂട്ടി വെച്ചപ്പോൾ ഉപ്പൊക്കെ ഇട്ടതാണ്. അതുകൊണ്ട് അതും പിന്നെ നമ്മൾ രണ്ടാമത് കൂട്ടിയതിലുള്ളല്ലോ ഉപ്പില്ലാത്ത, അതൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. കൂടിപ്പോയാൽ ഒന്നിനും പിന്നെ പറ്റൂല. അപ്പം അങ്ങനെ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. അതിക്ക് ഞാനിത് ചൂടായപ്പോൾ അതിലൊരു നുള്ള് നെയ്യിട്ട് കാണാൻ ഒന്ന് തടവി കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ നെയ്യ് ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ അത് മൊത്തമായിക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്നെന്നെ ഉള്ളു ചുടണം കേട്ടോ. ഈ സമയത്തൊക്കെ ചുട്ട് കുറേ ആയാൽ പിന്നെ വെച്ച് ചോറൊക്കെ ബാക്കിയാവും കുറേ ചുട്ടാൽ. ഇവരങ്ങോട്ട് തിന്നുകയൊക്കെ ചെയ്യും, പക്ഷേ ഒന്നുള്ളൂ ചുട്ടിട്ട്. അത് കഷ്ണം വെട്ടി തിന്നിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആകണം, എന്നാലേ തീരണം അപ്പം തന്നെ. പിന്നെ ചുണ്ടത്ത് ഇറട്ടിയ മാതിരിയൊക്കെ ആകണം, എന്നാലേ അത് ഉണ്ടാക്കുമ്പോൾ അതിനോട് വീര്യം ഉണ്ടാവുള്ളൂ. എപ്പോഴും ഇങ്ങനെ കുറേ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കൊടുക്കുമ്പോൾക്ക് അതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കാരണം എപ്പോഴേലൊക്കെ ആകണം. അപ്പം അങ്ങനെ ഞാനിത് മറിച്ചിടാൻ നോക്കട്ടെ എന്ന് കരുതിയപ്പോൾ തന്നെ മറിച്ചിട്ടു. അങ്ങനെ മറിച്ചിടേണ്ടിയില്ല, ഒരു ഇച്ചിരി കൂടിയൊക്കെ വേഗമായിരുന്നു. അപ്പോൾ സമാധാനമില്ലാതെ മറിച്ചിട്ട് കൊടുത്തു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാനത് എങ്ങനെയൊക്കെയാണ് മറിച്ചിട്ടു, ഏതായാലും എടുത്തിലേതിയാണ് മറിച്ചിട്ടു. കുഴപ്പമൊന്നുമില്ല. ഒരു ഭാഗം ചെറുതായി ഒന്ന് പൊട്ടിയെന്നുള്ളൂ. പിന്നെ ഞാൻ മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ. ഇങ്ങനെ കുട്ടികൾക്ക് നമ്മളിങ്ങനെ വെറൈറ്റി ആക്കി ഉണ്ടാക്കി ചുട്ട് കൊടുത്തെങ്കിലേ അവർ തിന്നുള്ളൂ. എന്നും ചുടുന്നത് തന്നെ ആയാൽ അവർക്കത് കൊടുത്താൽ വേണ്ടി വരില്ല. അപ്പോൾ വല്ല മുട്ടായി ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ കാരം വേണ്ടി വരിക. അപ്പോൾ അതിലേറെ ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇവൾക്ക് മുട്ടയും ഇതൊക്കെ ആകുമ്പോൾ ശരീരത്തിന് നല്ലതാണല്ലോ. വേവിച്ച് കാണ്ടല്ലേ കൊടുക്കണേ. അപ്പോൾ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.